السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. والصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا نبي الله. الصلاة والسلام عليك يا سيدي يا حبيب الله. أنت عمدتي فأغثني في شدتي. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله مولانا العظيم. العلم حياة الإسلام. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു തആല നമ്മയൊക്കെ അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗുരുവര്യരും ഉസ്താദും മഹാപണ്ഡിതനുമായ കലന്തർ മസ്താൻ വലിയുല്ലാഹി അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവിടുന്ന് ദീർഘകാലം ദർസ് നടത്തിയ സ്ഥാപനമായ കാൽപട്ടണത്തിലെ മെഹലരികളുടെ മഹത്തായ ആ മെഹലറ അള്ളാഹു ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് അള്ളാഹു ഉയർത്തട്ടെ. നമുക്ക് ഇൽമു നുകർന്നു തന്ന ഉസ്താദുമാരുടെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. ബഹുമാനികളെ, കലന്തർ മസ്താനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയുന്നത് പോലെ എനിക്കറിയില്ല എന്നത് നിങ്ങൾക്കറിയാം. അൽഹംദുലില്ലാഹ്, അങ്ങനെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് എല്ലാം അറിയുന്ന, അവരിൽ നിന്ന് ഇൽമു പഠിച്ച, ആ മജ്‌ലിസിലിരിക്കാൻ ഭാഗ്യം ലഭിച്ച മെഹലരിമാരുടെ, ഈ മഹത്തായ കേരളവുമായി ബന്ധപ്പെട്ട മെഹലരിമാരുടെ ഈ മഹത്തായ വേദിയിൽ നിങ്ങളെ കൂടെ ഒന്ന് വന്നിരുന്ന് ഒരു ബറക്കത്ത് നേടുക എന്ന ലക്ഷ്യത്തിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ കുണ്ടൂർ ഉസ്താദിൻ്റെ ഉറൂസിന് ബഹുമാനപ്പെട്ടവർ വരികയും അവിടെ കുത്തുബിയത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായി ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ ഈ കേരളത്തിലുള്ള മെഹലരിമാർ ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് നടത്താൻ ഈ പ്രദേശം തിരഞ്ഞെടുത്തപ്പോൾ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, നിൻ്റെ നാടും
എൻ്റെ ഖിദ്മകളൊക്കെ നടക്കുന്ന ഏരിയകളുമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ ഇക്റാമ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്, കടമപ്പെട്ടവനാണ്. ക്ഷണിച്ചത് നിങ്ങളാണെങ്കിലും ഞാനാണ് നിങ്ങളെ ഇക്റാമ് ആദരിക്കേണ്ടത്. അങ്ങനെയല്ലോ ഇസ്ലാം നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വാസമുള്ളവർ ഫൽ യുക്രിം ലൈഫഹൂന, തൻ്റെ ലൈഫിനെ ഇക്റാം ചെയ്യണമെന്നാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് വല്ല അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. ഇവിടെ പ്രവർത്തകർ ഒരുപാട് സേവനങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകർ മാസങ്ങളായി തന്നെ ഈ മഹത്തായ പരിപാടിയുടെ പുറകിലാണുള്ളത്. കാരണം എനിക്കറിയാം അല്ലാഹു തആല അവർക്ക് വലിയ കൂലി അല്ലാഹു നൽകട്ടെ. വളരെ സന്തോഷത്തോടു കൂടി എത്തിച്ചേർന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ഉസ്താദുമാരുമായുള്ള ആ വലിയ ബന്ധം അല്ലാഹു ശക്തിയായി നിലനിർത്താൻ ഇതൊരു കാരണമാക്കി തരുമാറാകട്ടെ. നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാമാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല, അത് മറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല. ഉസ്താദുമാരാണ് നമ്മുടെ എല്ലാം. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിനാണല്ലോ ഇപ്പം നമ്മൾ ബിരുദം വാങ്ങാനും കോളേജിൽ പോയതും പഠിച്ചതൊക്കെ അതിന് വേണ്ടിയാണല്ലോ. വെറും ജോലി കിട്ടാനും തൊഴിൽ കിട്ടാനും അതിനൊന്നും ഇപ്പം നമ്മൾ ഇൽമ പഠിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ മുത്തഅല്ലിമീങ്ങളോട് പറയും, പൈസ കിട്ടാപ്പം നിങ്ങൾ ഈ പണിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചന്തയിൽ പോയി ഒരു 10 കിലോ ഓറഞ്ച് വാങ്ങി അതിങ്ങനെ നടുമുറിച്ചിട്ട് ഉപ്പും മുളകും കൂടിയിട്ട് പൊടിയും അങ്ങനെ വെതറിയിട്ട് ഏതെങ്കിലും സ്കൂൾ പഠിക്ക ചെന്നിരുന്നാൽ വൈകുന്നേരം എല്ലാ ചെലവും കഴിച്ച് 500 റുപ്യ കിട്ടും. നിങ്ങളെ പണിക്കേറ്റ പോയല്ലേ, എല്ലാ പണിയും കഴിഞ്ഞ് വൈകുന്നേരം 500 റുപ്യ കിട്ടും. പൈസ ഉണ്ടാക്കാൻ അതിൻ്റെ ആവശ്യമില്ല. അതിന് പല ഹിക്മത്തുകളുണ്ട്, പല പണിയുണ്ട്. ഇതുകൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മളെ ഉസ്താദുമാർക്ക് എത്ര പങ്കുണ്ട്, ഒരു ഉസ്താദ് ശിഷ്യനുമായുള്ള ബന്ധം എത്രയാണ്, ആ ഉസ്താദിൽ നിന്ന് ഇൽമ പഠിച്ച ആളുകളാണോ, കലന്തർ മസ്താനിൽ നിന്ന് ഇൽമ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച മഹല്ലരിമാരാണല്ലോ നമ്മളെ ഏകോപിക്കുന്ന ശക്തി നമ്മളെ ഉസ്താദാണല്ലോ. മഹല്ലരി എന്നുള്ള ടൈറ്റിൽ പേരല്ലേ, ഉസ്താദാണല്ലോ മഹല്ലരി ബിരുദത്തിൻ്റെ ആകത്തുക. നമുക്ക് ഇൽമ നുകർന്നു തന്ന ഉസ്താദുമാരാണ് ഇൽമിൻ്റെ ആകത്തുക. ഇപ്പൊ ബുഖാരിന്റെ പ്രത്യേകത എന്താ, പറഞ്ഞ മത്തിനല്ലല്ലോ. ആ മത്തിന് ഇത്ര വലിയ സിഹത്ത് വരാൻ കാരണം എന്താ, നമ്മളൊക്കെ ആലിമീങ്ങളാണല്ലോ. അതിൻ്റെ സനദിൽ എണ്ണപ്പെട്ട മഹത്തുക്കളായ മശായിഖന്മാർ, അവർ മുത്തുക്കിനീങ്ങളായ നല്ല സിഖത്തുള്ള മഹാന്മാരാണ് എന്നതാണല്ലോ ബുഖാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അതുപോലെ ഇമാം സഹീഹ് മുസ്ലിം, അത്ര ഉഷാറുള്ള 2 കിതാബ് വേറെ ഹദീസിലില്ലല്ലോ. എന്നാൽ അതേ ഹദീസിനെ ഇമാം തുർമുദിയും സുനനുൽ അർബഅത്തൊക്കെ റിവായത്ത് ചെയ്യുമ്പോൾ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസിന്റെ ആ പവർ എന്താ മറ്റീന് സ്വന്തം വരാത്തത്? അത് മശായിഖന്മാരെ കൊള്ള നോക്കിയിട്ടുള്ളത്, തുറുക്ക് നോക്കിയിട്ടാണത്. അപ്പൊ മഹല്ലരിമാരെ തുറുക്കിൽ ഏറ്റവും വലിയ കണ്ണിയാണ് കലന്തർ മസ്താൻ അല്ലേ? അല്ല, നിങ്ങൾക്ക് ആർക്കല്ല അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി, പിന്നെ മഹല്ലരിമാരെ നമുക്ക് മനസ്സിലാക്കാലോ. അള്ളാഹു നമ്മളെ ഉസ്താദുമാരുമായുള്ള ഒരാത്മബന്ധം കൃത്യമായി നിലനിർത്താൻ അള്ളാഹ് നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. അതൊരു മഹാഭാഗ്യമാണ്. ഉസ്താദുമാരുമായുള്ള കണക്ഷൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയൊന്നുമല്ല. അത് ഹബീബ് റസൂലുള്ളാഹി തങ്ങളിലേക്കുള്ള കണക്ഷനാണ്, ബന്ധമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ചെറുതായി കാണരുത്. ഞാൻ ഇപ്പം ഒന്നും ഈ സുന്നിയിൽ സമയമില്ലാതെ അവിടുന്ന് തങ്ങൾ ഉസ്താദ് വിളിച്ചു, ഇവിടെ ഒന്ന് വരല അത്യാവശ്യമാണെന്ന് പറഞ്ഞു. എനിക്ക് പോയിരിക്കാൻ പറ്റൂല. എൻ്റെ സനദിൽ ബഹറുലുലൂമാണ് ഉസ്താദ്. അപ്പോൾ അവിടുത്തെ ഒരു ആവശ്യം പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ സമയം ഉണ്ടാക്കിയേ പറ്റൂ, ഞാൻ സമയം കണ്ടേ പറ്റൂ.
പിന്നെ അത്ര വലിയ വിതറൊക്കെ വേണം, എന്നാൽ തിരക്കടില്ല. അങ്ങനെ ജുമാക്ക് വരെ പോകാൻ പറ്റാത്ത വിതറുണ്ടല്ലോ ഇല്ലേ? ജുമാക്ക് വരെ അതും ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജുമാക്കും ജമാഅത്തിനും പോകാനുള്ള വിതറാകണമെങ്കിൽ അവനെക്കുറിച്ച് നമ്മൾ അളക്കണം. എങ്ങനെ അളക്കണം? ഈ ജുമാ എടുക്കണ അല്ലെങ്കിൽ ജമാഅത്ത് നടക്കുന്ന സ്ഥലത്ത് ഇപ്പം പോകാൻ പറ്റുന്ന വിതറാ. എന്നാൽ ഇവൻ അവിടെ ഒരു അറബി വന്നിട്ട് എല്ലാവർക്കും കണ്ടമാനം പൈസ കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഇവൻ അവിടെ പോയി പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ ഓൻ പോകാതിരുന്ന വിതറ് മക്ബൂലല്ല. ഓൻ പോകാതിരുന്ന വിതറുണ്ടാവൂല. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ഇബാറത്താണ്, ഞാൻ വെറുതെ പറയല്ല. എവിടെ ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. നമ്മൾ വിതറുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സാമ്പത്തികമായ എന്തോ ഒരു നേട്ടത്തിന് വേണ്ടി ഈ നിസ്കരിക്കാൻ ജമാഅത്തിന് പോകാത്ത ആൾ ഈ പൈസ വാങ്ങാനോ ഈ അനുകൂലം വാങ്ങാനോ പോവുകയാണെങ്കിൽ ഓൻ പോകാതിരുന്നത് വിതറായി പരിഗണിക്കപ്പെടുകയില്ല. ഞാൻ പറഞ്ഞില്ല, മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിതറായി കണക്കാക്കുന്ന പലതും വിതറല്ലാതെ പോകും. അങ്ങനെയാണ് നമ്മളൊക്കെ അവസ്ഥ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വരണം, ബന്ധപ്പെടണം. ഉസ്താദുമാരെ സംബന്ധിച്ച് ഓരോ ആകെയുള്ള ജീവിതവും ഓരോ കൃഷിയും ഈ ശിഷ്യന്മാരാ. അത് തീർച്ചയായിട്ടുള്ളവർക്കറിയാം. ഒരു ഉസ്താദ് പാടുപെട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് എല്ലാ അർത്ഥത്തിലും മോട്ടിവേഷൻ നൽകി ഉസ്താദ് രാവും പകലും ഉറക്കവും ഊണ് വഹിച്ച് അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ നമ്മക്ക് വേണ്ടിയാണ്. അങ്ങനത്തെ ഉസ്താദുമാരോട് കൂറും നന്ദി ഇല്ലെങ്കിൽ പിന്നെന്താ ഇതിന് പറയാ? ഈ ഇൽമിന് എന്ത് സ്ഥാനം ഉണ്ടാവുക? എന്ത് അതുകൊണ്ട് തന്നെ നമ്മളെ ദുആന്റെ ഇജാബത്തൊക്കെ നഷ്ടപ്പെട്ടത്. നമുക്ക് ബിരുദമില്ലായിട്ടും നമ്മൾ ദർസ് നടത്തായിട്ടും നമ്മൾ വയൽവാരായിട്ടും ക്ലാസ് എടുക്കായിട്ടും അല്ല, മറിച്ച് നമുക്കുണ്ടാകേണ്ട ചില കുരുത്തും പൊരുത്തൊക്കെ ഉണ്ട്. അതൊന്നുമില്ല, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉസ്താദിന് അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ കാലാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇതിനെപ്പോഴും ഓർക്കും, ബഹ്റുൽ ഷെയ്ഖുനാൻ്റെ ദർസിൽ ഓതുമ്പോൾ 4 കൊല്ലം ഞാൻ ആദ്യം അവിടെ മദ്രസിലാണ് ചെന്നത്. അപ്പോൾ എനിക്ക് ഓത്ത് ബിദാത്ത് മഖ്സൂദാണ്. അപ്പോൾ ഞാൻ കിതാബിൽ എല്ലാ സബക്കിലും ഞാൻ പങ്കെടുക്കും, മുന്നിൽ തന്നെ ഇരിക്കും, ഞാൻ കിതാബ് വായിച്ചു കൊടുക്കും, ഇഷ്കാലി ചോദിക്കും. അപ്പോൾ ഷെയ്ഖുനാക്ക് നല്ല ശ്രദ്ധയായി. അങ്ങനെ ആയപ്പോൾ അപ്പോൾ ഒരീസ് എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് മദ്രസ ഉണ്ടല്ലേ ചോദിച്ചു. ആ മദ്രസ കൂടെ ഉണ്ട് ഒഴിവാക്കി ഓതുകയാണെങ്കിൽ 2 ഓതേണ്ടത് 1 ഓതിയ പോരെ എന്ന് ചോദിച്ചു. 2 ഓതേണ്ടത് ഉസ്താദിൻ്റെ ഒരു മോട്ടിവേഷനാണ് ഞാൻ പറയുന്നത്. എനിക്ക് പെണ്ണെട്ടി കുട്ടികളുള്ള ആളാണ്. അമ്മൽ മൊയ്ലു ഫലാ യജൂസു ഖുദുഹു അമ്മക്സബില്ലി മുതവക്കില. മൊയ്ലിന് മുത്തജരീദായിരിക്കാൻ പാടില്ല എന്നാണല്ലോ കിതാബുൽ അർക്കീൽ പറഞ്ഞത്. മൊയ്ലായ വ്യക്തി ആരായിരിക്കാൻ പാടില്ല? മുത്തജരീദായിരിക്കാൻ പാടില്ല. സത്യത്തിൽ ഇൽമു പഠിക്കണ മുത്തഅല്ലിമു മുത്തജരീദാണല്ലോ. ആരാണ്? മുത്തജരീദായ മുതവക്കിലാണ് ആണല്ലോ. പറഞ്ഞ് മനസ്സിലായിട്ടില്ലേ? മനസ്സിലാവാതിരിക്കൂലൊക്കെ മേലരിമാരല്ലേ, മനസ്സിലാവും. പിന്നെ ചിലവർ ബന്ധമൊക്കെ വിട്ടിട്ടുണ്ടാവും, വേറെ വല്ല ലോകത്ത് വൈകാരോ വല്ല ഓറഞ്ച് കച്ചവടോ ഒക്കെ കയറോ. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. തല്ലൊക്കെ നമുക്ക് എപ്പോഴും വേണം, കിതാബേറ്റും ഇബാറത്തേറ്റും. അപ്പോൾ ഷെയ്ഖുനാൻ എന്നോട് പറഞ്ഞത് ഒഴിവാക്കിയാൽ ഞാൻ പെണ്ണെട്ടിയ കല്യാണത്തിന് കൂടിയ ആളാണ്. ആര്? ഷെയ്ഖുന. സൈനറിയാം, എല്ലാ സംഗതി ഷെയ്ഖുനാക്ക് അറിയാം. ഒഴിവാൻ പറഞ്ഞില്ല. ഒഴിവാക്കുകയാണെങ്കിൽ 2 ഓതേണ്ടത് 1 ഓതിയ പോരെ വെച്ച് ഞാൻ ഉടനെ രാജിക്കത്ത് കൊടുത്തു. കമ്മിറ്റി സമ്മതിച്ചില്ല. അപ്പം ഞാൻ പോയി പറഞ്ഞു, ഒരു സമ്മതിച്ചിട്ടില്ല. അതും ഇൽമന്നല്ല, ഒരു ബുദ്ധിമുട്ടാക്കണ്ട, നമുക്ക് അടുത്തല്ല നോക്കാറുണ്ട്. പിറ്റത്തെ കൊല്ലം ഞാൻ ഒഴിവാക്കിയാണ് തുടർച്ചയായിട്ട് ഓതി. ഞാൻ അങ്ങനെ 3-4 കൊല്ലമായപ്പോൾ എൻ്റെ അടുത്ത് കോളേജിനെ കുറിച്ചുള്ള ചിന്ത, കോളേജിൽ പോകണം എന്നുള്ള ആ ചിന്തകളൊന്നും എൻ്റെ അടുത്തില്ല. അങ്ങനത്തെ യാതൊരു ഖയാലും എൻ്റെ കൽബിലില്ല. അക്കൊല്ലം ഷഅബാൻ മാസത്തിൽ ദർസ് നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കൊല്ലം കോളേജിൽ പോയിക്കോളി, ബാക്കിയാത്തക്ക് പോയാൽ മതി. ഇവിടെ പോയാൽ മതി. അന്ന് ഇയാസുനിലൊന്നും തുടങ്ങിയിട്ടില്ല. ബാക്കിയാത്തിലേക്ക് പോയാൽ മതി. അത് ബാനി ഹസരത്തിൻ്റെ കോളേജാണ്.
അവിടെ ഓതനോൽക്ക് ഇൽമിൽ വലിയ കുരുത്തുണ്ടാവും ഉണ്ടാവും. ഇൽമിനൊരു കുരുത്തുണ്ട്, അതുണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയാൽ മതി, വേറെ എവിടേക്കും പോകണ്ട. ഇനി അവിടെയും ഇവിടെ ഇങ്ങനെ തർക്കിച്ച് നിൽക്കുമൊന്നും വേണ്ട, അങ്ങോട്ട് തന്നെ കൊടുത്തളിയായിരുന്നു ഷെയ്ഖുന പറഞ്ഞു. അപ്പോൾ ഞാൻ കോളേജിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഞാനൊന്നും ചിന്തിച്ചില്ല. ഉസ്താദ് ഇങ്ങനെ ഉംറക്ക് പോയി, ഞാൻ കൊല്ലം ഉംറക്ക് പോവുകയാണ്, ഒരു മാസം എനിക്ക് അവിടെ നിൽക്കണം. ഞാൻ റമദാൻ കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഹജ്ജും കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങൾ ഇനി അതെങ്ങനെ സംശയിച്ച് നിൽക്കണ്ട, ബാക്കിയാത്തേക്ക് പോയിക്കോളിയായിരുന്നു. അതിലപ്പുറഞ്ഞ ഒരാൾ നമ്മളോട് പറയാനില്ലല്ലോ. അൽഹംദുലില്ലാ ഞാനങ്ങനെ ബാക്കിയാത്തേക്ക് അപേക്ഷയൊക്കെ കൊടുത്തു. ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ശരീക്കുമാർ 3-4 ആൾക്കാർ അവരും കൊടുത്തു. അവിടുന്ന് കത്ത് തന്നു, കൊല്ലം ഇവിടെ ഫുള്ളാണ്, കൊല്ലങ്ങൾ അടുത്ത കൊല്ലം പോരി പറഞ്ഞിട്ട് കത്ത് തന്നു. ഇനിയിപ്പോൾ ആരോടാ ചോദിക്കുക? ആരോടാ നമ്മൾ ചോദിക്കുക? അങ്ങനെ ഞാൻ കക്കടിപ്പുറത്തെ മോലിയരിപ്പാപ്പാൻ്റെ അടുത്ത് ഇടക്കിടക്ക് പോകും, അത് ഓറുണ്ട്. അങ്ങനെ മോലിയരിപ്പാപ്പാൻ്റെ അടുത്ത് പോയിക്കാണ്ട് പറഞ്ഞു, ഇങ്ങനെ ഷെയ്ഖുന ഉംറക്ക് പോയിക്കണം, ഇങ്ങനെ ബാക്കിയാത്തൊക്കെ പറഞ്ഞു പോയതാ, അവിടുന്ന് വന്നിക്കണ് കൊല്ലം ഇങ്ങോട്ട് വരണ്ടാന്നാണ് കത്ത് വന്നിക്കണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം മൂപ്പര് പറഞ്ഞു അവിടേക്ക് തന്നെ പോകണം, അവിടേക്ക് തന്നെ പോകണം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, ആരോട് പറയാൻ എനിക്കറിയില്ല, അവിടേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് അവിടെ പോകാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ ഉള്ളവരും പോരാൻ തീരുമാനിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ പിന്നെ കത്തൊന്നുമില്ല, ഈ കത്ത് കൈ പിടിച്ചു. അങ്ങനെ ഷവ്വാലിൽ 6 നോമ്പ് കഴിഞ്ഞ് ബാക്കിയാത്ത് തുറക്കണീൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് പോവാണ്. പോകണമെന്ന് ഷെയ്ഖുന വന്നു, ഹജ്ജിന് നിൽക്കാതെ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ നേരെ ഷെയ്ഖുനാൻ്റെ പെരയിൽ പോയി. അപ്പോൾ ഷെയ്ഖുന പുറത്ത് കയ്യച്ച് കണ്ട് പറഞ്ഞ് പോയിക്കോളി, നിങ്ങൾക്ക് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അതെന്നെ ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ സനത്. അങ്ങനെ പോയി അവിടെ എത്തി. അന്ന് ജബ്ബാർ ഹസരത്താണ്, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ, കടപ്പ ജബ്ബാർ ഹസരത്താണ് അവിടുത്തെ പ്രിൻസിപ്പൽ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു കദീമായ ആൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. മുഹമ്മദ് കുട്ടി വാക്കവി ഊരകം എന്ന് പറയും. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ നേരത്തെ തന്നെ 2 ദിവസം മുമ്പാണ് പോയി. അങ്ങനെ ഞങ്ങൾ ചെന്നു. നിങ്ങൾ ഹസറത്തിലൊന്ന് പോയി കണ്ടാളിയായിരുന്നു, ആരെ ജബ്ബാർ ഹസറത്തിന്. രസമാണ് അതൊക്കെ പറഞ്ഞാൽ. ഞാൻ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞ് സമയം കിട്ടണില്ല, ഏതായാലും ആ പറഞ്ഞതാണ് വൈവിക്കുക. ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവിടുന്ന് ജബ്ബാർ ഹസരത്തിൻ്റെ വീട് ഇവിടുന്ന് കാണണ്ട, പെരയിൽ പോയി കണ്ടാളി അറിഞ്ഞു. അങ്ങനെ പെര അന്വേഷിച്ച് പോയി. മുമ്പ് താമസിക്കുന്ന വീട് റൂം അവിടെ ചെന്ന് കണ്ടെന്ത് ചെയ്തു, ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതാണ്, കൊല്ലം ഇവിടെ ചേരാൻ വേണ്ടി വന്നതാന്ന് എന്ത് ചെയ്തു, അറബിയിലാണ് മൂപ്പരോട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് കത്ത് കിട്ടിയില്ലേന്ന് ചോദിച്ചു മൂപ്പര്. ആ കത്ത് എവിടെ കത്ത് എന്ന് ചോദിച്ചു, അവിടെ കൊടുത്ത്. അപ്പോൾ കത്തിലുള്ളത് എന്താ, കൊല്ലം ഇവിടെ ഫുള്ളാണ്, കൊല്ലം കണ്ട് വരണ്ട, അടുത്ത കൊല്ലം പോരി എന്നാ കത്തിലുള്ളത്. മൂപ്പരൊരു ഒച്ചാണ്ട് ഇട്ടു. വെറുതെ ഇങ്ങനെ പൈസ ദൂർത്തടിച്ച് നടക്കുകയല്ലേ, വരണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വരില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്തു, നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞു. മൂപ്പര് അറബിയിൽ ഇങ്ങോട്ട് ചോദിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്, ആദ്യത്തെ ബന്ധമാണിപ്പോൾ ഇത്. അപ്പം ഞാനാണിപ്പോൾ ആ കൂട്ടത്തിൽ, ആ പോയാലോ കൂട്ടത്തിൽ ഒരു അമീർ ഞാനാ. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, കാല ഷെയ്ഖുന കക്കടിപ്പുറം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. ബാക്കി എന്താ മക്കൂല് പറഞ്ഞിട്ടില്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിന് മനുഷ്യന്ന് ചോദിച്ചു. അവൻ പറഞ്ഞാണ്ട് മൂപ്പര് പറഞ്ഞു, ഞാനൊരു നത്തബക്കർ വതൻ ജാവോ എന്ന് പറഞ്ഞു. അങ്ങനെ പോന്നു, ഞങ്ങോട്ട് പോന്നു, ഞങ്ങൾക്ക് ആശയൊന്നുമില്ല. അപ്പം ഞങ്ങളൊക്കെ എൻ്റെ പഴയ ആൾക്കാർ ചോദിച്ചു, എന്തേ പറഞ്ഞു, ഞാനൊരു നത്തബക്കർ എന്നാ കിട്ടൂട്ടാ, അങ്ങനെ പറഞ്ഞേക്കണേ കിട്ടൂട്ടെ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊടുക്കാനായിക്കൂല, അപ്പോൾ തന്നെ ഇവിടെ നാട്ടിയിട്ടുണ്ടാവും, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാനും നത്തബക്കർ വതെന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ താമസിക്കും ചെയ്യാം, ഇവിടുത്തെ ആനുകൂല്യങ്ങൾ പറ്റും ചെയ്യാം, കുഴപ്പമില്ല, അതിനുള്ള സമ്മതമാണ് തന്നിട്ടുള്ളത് എന്ന് പരിചയമുള്ളത്. അപ്പോൾ വലിയ സമാധാനമായി. അങ്ങനെ ഞങ്ങൾ വാനിയാസറത്തിൻ്റെ അവിടെ കയറി യാസീനൊക്കെ ഓതി, അല്ലെന്തായിരുന്നു കിട്ടൂല എന്നിപ്പോൾ അറിയൊന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാ പിറ്റേ ദിവസം രാവിലെ ദഫ്തർ തുറന്നപ്പോൾ ഓഫീസ് തുറന്നു. ആ കൊല്ലത്തെ കത്തേറ്റ് വന്നവരും കത്തേറ്റ് വരാത്ത ഞങ്ങളും. 1ാമത്തെ അഡ്മിഷൻ അലി ബാക്കവി രണ്ടത്താണ്, അലി രണ്ടത്താണ്.
ഫസ്റ്റിൽ അഡ്മിഷൻ ആ കൊല്ലം. ആ ഉസ്താദ്മാരെ കുരുത്താണ്. നമ്മളെ പൗരമൊന്നുമല്ല, നമ്മളെ പൗരമുണ്ടല്ല. അത് ഞമ്മക്ക് കാല ശൈഖുനൊക്കെ അക്കടിപ്പുറന്ന് പറയാൻ കഴിഞ്ഞ എന്തുകൊണ്ടാ? പറഞ്ഞതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ നമുക്ക് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഉസ്താദ്മാർ പറഞ്ഞു കൊടുത്ത് നിന്നാലേ, ഉസ്താദ്മാരെ കൂടെ നമ്മൾ ഒട്ടി നിന്നാല് അൽഹംദുലില്ലാ ഞങ്ങൾ കിട്ടിയ അഡ്മിഷൻ ആദ്യം ഞങ്ങൾക്കാണ് കിട്ടിയത്. എന്നിട്ടാ പിന്നെ കത്തേറ്റ് വന്നവർക്കൊക്കെ കിട്ടി. സെലക്ഷൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് മുത്തവറിൽ കിട്ടിയ സെലക്ഷൻ പരീക്ഷയിൽ ഫസ്റ്റായിട്ട് ഞാൻ തന്നെയാണ് ജയിച്ചത്. അങ്ങനെ അൽഹംദുലില്ലാ ഉടനെ ശൈഖുനാക്ക് ഒരു കത്തെഴുതി കുറഞ്ഞ ഇബാറത്തിൽ ഞങ്ങളെത്തി, അഡ്മിഷൻ കിട്ടി, ഞങ്ങൾ മുത്തവല് കിട്ടിയിരിക്കുന്നു, ഞങ്ങൾക്ക് റായത്താണ്, സുഖമാണ്. ഒരു കത്തയച്ച് അവിടുന്ന് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞ ഇബാറത്തിൽ ഒരു ഇല്ലൻ്റ് വാങ്ങി കണ്ട് കത്തയച്ചു. കത്തയച്ചിട്ട് ആ കത്ത് ഇവിടെ കിട്ടിയതിൻ്റെ ശേഷം വരുന്നവരോടൊക്കെ പറയത്തരേ കുട്ടികൾക്ക് മുത്തവല് കിട്ടിയിരിക്കണ്, കുട്ടികൾ കത്തയച്ചേക്കണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സന്തോഷം ഇങ്ങനെ പറയുന്നറിഞ്ഞു. ഒരു ഇല്ലൻ്റ് വാങ്ങി 2 വാക്ക് എഴുതിക്കാണ്ട് വിട്ടതാണ്. അപ്പോൾ ആ ഒരു കത്തിൻ്റെ സന്തോഷം. എന്നിട്ട് ഞങ്ങൾ പരിചയക്കാരൊക്കെ നിങ്ങൾ എന്ത് കത്തേ ശൈഖുനാക്ക് എഴുതി, എപ്പോഴും ആ ഒരു വർത്താനമുള്ളല്ലോ, എന്ത് കത്തേ നിങ്ങൾ ശൈഖുന, ആരും പതിവുണ്ടാവില്ല അങ്ങനെ എഴുതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷം, നമ്മൾ ആ ഒരു ബന്ധം അത് എന്നും വഫാത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബന്ധം തന്നെയാണ് ഞാൻ ഇന്ന് ജാമിയ നുസ്രത്തിൽ മുദരിസായി സേവനമനുഷ്ഠിക്കുന്നത്. ഞാൻ 10 കൊല്ലം ദർശനത്തിയ വേറെ നാട്ടിലാണ്. അവിടുന്ന് വിട്ടിട്ട് ഇവിടെ നിൽക്കാൻ എന്നോട് ശൈഖുന പറഞ്ഞിട്ട് നിന്നതാണ്. അന്ന് പറഞ്ഞതാണ് നിങ്ങൾ അവിടെ നിന്നോളി, അവിടെ ഒരു പൈസയും കട ഉണ്ടാവില്ല. അൽഹംദുലില്ലാ 25 കൊല്ലമായി. ഒരു മാസം 10 ലക്ഷത്തോളം രൂപ ചിലവുണ്ട്. ഒരു റിസീവർമാരും ഇല്ല, പിരിവില്ല, ഒന്നുമില്ല, 1 റുപ്യയും കടവുമില്ല. നിങ്ങൾക്ക് അൽഹംദുലില്ലാ പറയാറ് മടി, നിങ്ങൾക്കൊരു ചെറിയ അസൂയുണ്ട് അല്ലേ? അതൊന്നും വേണ്ട, 1 റുപ്യയും കടയില്ല. അൽഹംദുലില്ലാ ഞാൻ എൻ്റെ സെക്രട്ടറി കൂടിയാണ്, ഒരു മുദരിസ് മാത്രമല്ല. അതിൻ്റെ എല്ലാ കണക്കും ഇന്ന് നാളത്തേതല്ല. പക്ഷെ പറഞ്ഞു ഇഖ്ലാസ് വേണം. എന്ത് വേണം? എന്നാൽ അവിടെ എന്തുണ്ടാവില്ല, കടങ്ങളോ ബാധ്യത അവിടങ്ങളൊന്നും പേടിക്കണ്ട. എനിക്കൊരു സ്ഥാപനം നടത്താനുള്ള യോഗ്യത ഉള്ള ആളൊന്നുമല്ല, ഒരു കഴിവുള്ള ആളല്ല. ആ കുരുത്താണ്, ആ ഒരു പൊരുത്താണ് നമുക്കുള്ള എല്ലാം. അപ്പം ആ ഒരു പൊരുത്തത്തിൽ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് അതിനൊരു ഗുണപാഠത്തിന് വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ട് ആ ഒരു കുരുത്തത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം, എന്നെങ്കിലേ നമുക്ക് കുരുത്തം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു നമ്മളെ കുരുത്തുള്ളവരെ കൂടുതലാക്കി തരട്ടെ, കുരുത്തക്കടലൊന്നും അല്ല ആക്കാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇന്നിപ്പോൾ അതൊക്കെ ഒരു ലോകാവസാനം വന്നു പറഞ്ഞ കൂടുതൽ നമ്മളുടെ ഇടയിലും പല ഫിത്നകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശിഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ ഉസ്താദാണ്. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ശിഷ്യനാണോ? എനിക്കൊരു ശിഷ്യനുണ്ടോ? എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ശിഷ്യനപ്പോൾ. അങ്ങനത്തെ ഒരു കാലം നഊദുബില്ലാ, അള്ളാഹ് കാക്കട്ടെ. എവിടേക്കത് എത്തുകയെന്നറിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയല്ലേ ഇപ്പോൾ ഉള്ളത്? ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ലമീറ നോക്കുമ്പോഴേക്കും മടക്കല്ലിട്ടാ, അത് നിങ്ങളോട് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചെടുത്ത മക്കള് നമ്മളെ ശത്രു ആകുന്നൊരവസ്ഥ അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. ഈ ഉസ്താദിൻ്റെ ഒരു വിഷമം ആരോടേക്കാരം പറയാം? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, നമ്മളൊക്കെ ഉസ്താദ്മാരാണല്ലോ. ഏതെങ്കിലും ഒരു അന്യ വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ, ഒരു അന്യ ആളാന്നൊക്കെ. സ്വന്തം മടിത്തട്ടിൽ 5ഉം 6ഉം കൊല്ലം പഠിച്ചിട്ട് ഞാനാകാൻ വേണ്ടി ഇപ്പം ഞാൻ പറയും വയറില്ലല്ലോ, ഞാൻ മദ്രസ ഒഴിവാക്കിച്ചു. എന്നാൽ മദ്രസ ഒഴിവാക്കിച്ചെങ്കിൽ ഉസ്താദ് എന്നെ വിട്ടിട്ടില്ല. ആരെങ്കിലും പരിസരത്തു നിന്നൊക്കെ വന്നിട്ട് വിളിക്കുകയാണെന്ത്, ഒരു കുട്ടീനെ ഒന്ന് വേദന പറഞ്ഞയച്ചേരണമെന്ന് അറിഞ്ഞാൽ അപ്പം പറയും ആ അച്ചിപ്പുറക്കാരൻ കുട്ടീനെ വിളിച്ചോളി, എന്നെ ഞാനാണ് അച്ചിപ്പുറക്കാരൻ കുട്ടി. അപ്പം ഞാൻ ബാധ്യത ഉള്ള ആളാണ്. ആർക്കറിയാം? ഷെയ്ഖുനാക്കറിയാം. എന്നിട്ട് എന്നെ വേദനാക്കിയത് ഉസ്താദാ, ഷെയ്ഖുനാണ്. അങ്ങനെ ഞാൻ വന്ന് ചോദിക്കും. അപ്പം എന്നോട് പറയും നിങ്ങൾ നല്ല നോക്കി നല്ല പഠിച്ചുകാണ്ട് പറഞ്ഞോളിട്ടാറ്. കാരണം ഞാൻ പറഞ്ഞയച്ചാൽ വേദന നിങ്ങൾ അറിയും, ഞാൻ പറഞ്ഞയച്ചാൽ വേദനാണ് നിങ്ങൾ അറിയും. അൽഹംദുലില്ലാ, അതൊരു വല്ലാത്ത ഒരു അനുഗ്രഹമായി മാറി. മാത്രമല്ല മദ്രസയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഡബിളും 3 ഒക്കെയാണ് ഓരോ മാസം കിട്ടുക. പിന്നെ ഒരു 2 ദിവസത്തെ വേല കിട്ടിയാൽ മതി.
പിന്നെ നമുക്ക് കിട്ടല് ഒരു പ്രയാസവും ഇല്ല. നമ്മൾ നോക്കി അവിടെ ഷെയ്ഖുന നമ്മൾ ഇടപെട്ടു. അപ്പം ആ ഒരു കുരുത്തം നമ്മളുണ്ടെങ്കിൽ അപ്പോൾ എത്ര അങ്ങനെയൊക്കെ നോക്കുന്ന ഉസ്താദിൻ്റെ ഷെയ്ഖുനാൻ്റെ ശത്രുവായിട്ട് ഞാൻ പ്രസംഗിച്ചാൽ ആ ഷെയ്ഖുനാൻ്റെ മനസ്സ് എന്തുണ്ടാവും? ഇപ്പോൾ ഇവിടെ നൂറാനീൻ്റെ പ്രസംഗത്തിൽ ഓതിയാലോ അവനാൻ്റെ കൂട്ടക്കാരും കുടുംബക്കാരും നല്ലത് ചെയ്താൽ ഖബറിലുള്ളവരൊക്കെ സന്തോഷിക്കുമെന്നും മോശം ചെയ്ത് അവൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുമെന്നും പറഞ്ഞല്ലോ. മുത്തുനബിൻ്റെ ഹദീസ് ഓതിയിട്ട് പറഞ്ഞല്ലോ. എങ്ങനെയായിരിക്കും ഷെയ്ഖുനാൻ്റെ ഒക്കെ അവസ്ഥ എന്തായി കാര്യം? അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിച്ചു പോയില്ലെങ്കിൽ നമ്മളാണ് ഇടങ്ങേറി ചെന്ന് പെടുക, മുസീബാത്തിൽ ചെന്ന് പെടുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹ് നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. ഉസ്താദുമാർ പറഞ്ഞ വാക്കിന് എതിര് പ്രവർത്തിച്ചാൽ ഇപ്പം ഷെയ്ഖുനാൻ്റെ അനുഭവം തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഷെയ്ഖുന എന്നോട് പറഞ്ഞത് പല സമയത്തും ഇക്കാര്യം ചെയ്തിട്ടുണ്ട് ഈ സംഭവം. ഷെയ്ഖുനാൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ശിഷ്യൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ, ഷെയ്ഖുനാക്ക് തീർപ്പതിലുള്ള ശിഷ്യൻ, ഒരീശ എന്നോട് പറഞ്ഞാ ഒരീശ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചത്രേ ഷെയ്ഖുനാനോട്, എന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കോളേജിലേക്ക് മുദരിസായിട്ട് ക്ഷണിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ വെച്ചാൽ. ജമാഅത്തെ ഇസ്ലാമിൻ്റെ കോളേജിക്ക് മുദരിസായിട്ട് ഇത് പറഞ്ഞത് ഒരു രസമുള്ള അനുഭവത്തിലാണ്. ഞാൻ ബാക്കിയാത്തുനിന്ന് വന്നിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ വലിയൊരു വിദേഹത്തേരെ ഒരു മാസ്റ്ററുണ്ട്. അയാൾ ഞങ്ങളെ പള്ളിക്ക് ഓതാനും ഉസ്താദിൻ്റെ ദർശനമൊക്കെ ഉണ്ടാവും. ആളൊരു വിദേഹത്തേരനാണ്. ഞാൻ ബാക്കിയാത്തുനിന്ന് വന്നപ്പോൾ ഇയാൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ ഉണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് ഈ സഫർ 19 അള്ളാഹ് ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. 31ാമത് ആണ്ടാണ്. അള്ളാഹ് ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. വന്നിട്ട് ഇയാൾ പറഞ്ഞു, പിന്നെ ഒരു എൻ്റെ ഉപ്പാനേക്കാളും വയസ്സുണ്ട്, ഇയാൾക്ക് വയസ്സുണ്ട്. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞാനേ എൻ്റെ ചെക്കനൊന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ ബാക്കിയാത്തു നിന്നൊക്കെ വന്നിക്കണ് വേലൂരിൽ നിന്ന്. ഞാൻ ഓനെ നല്ലൊരു ജോലിയാക്കി കൊടുക്കാം. അന്നൊരു മുദരിസിന് 500 റുപ്യാണ് ശമ്പളം. വലിയ മുദരിസിന് 1000 റുപ്യ, വലിയ മുദരിസിന് 1000 റുപ്യ. അപ്പോൾ ഇയാൾ വന്നിട്ട് പറയുകയാണെന്ത്, ഞാൻ കുട്ടികൾ മക്കളൊക്കെ ഉള്ള ആളാണ്, എൻ്റെ കുടുംബം ഒരു പ്രാരാബ്ദമുള്ള കുടുംബമാണ്. ഇയാൾ വന്നിട്ട് ഞാൻ പോനെ പറ്റുവാണെങ്കിൽ ശാന്തപുരം അറബി കോളേജിൽ അവനാക്കി കൊടുക്കാം. കോളേജിൽ മനസ്സിലായിട്ടുണ്ടോ? എവിടെ? ശാന്തപുരം. അപ്പം എൻ്റെ ഇപ്പം പറഞ്ഞു, നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കിയായിരുന്നു അവനോട്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, അത് ജമാഅത്തേറെ കോളേജല്ലേ, അവിടെ ഇങ്ങനെ ഞാൻ നിൽക്കൽ ചോദിച്ചു ഇപ്പനോട്. പിന്നെ ആക്കെ ചോദിക്കാം, ഒരു തമാശയിലൊക്കെ ബന്ധപ്പെടുന്ന ആളാണ്. അതിനടാ ഇത് എൻ്റെ ആശയം ഉള്ളിൽ വെച്ചോ, ഇതൊക്കെ അവിടെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് 2000 റുപ്യ ശമ്പളം, ആഴ്ചയിൽ 2 ദിവസത്തെ ലീവ്, 3 ദിവസത്തെ ലീവ്, പോകാൻ വണ്ടി വരാൻ വണ്ടി, ഓ എല്ലാം ഉണ്ടാവും. കുട്ടികൾക്കോ എനിക്കൊക്കെ സോക്കട് വന്നാൽ ചികിത്സ അവിടുത്തെ വക എല്ലാം ഓഫർ തരികയാണ്. ഇതേതാ കാലം നിങ്ങൾ നോക്കണം. അയാൾ 2000 റുപ്യ ശമ്പളം പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അപ്പോൾ ആചാര്യ എനിക്ക് ഒരു മാസം അള്ളാഹു താല 3000 ചെലവ് എന്താ കാട്ടു വെച്ചു. എൻ്റെ കുട്ടിക്കൊരു വയറ്റുന്നോക്ക് ഉണ്ടായപ്പോൾ ഒരു 3000 പിള്ള പണിയുണ്ടാവും. എൻ്റെ കുട്ടിക്കൊരു വയറ്റുന്നോക്ക് ഉണ്ടായപ്പോൾ 3000 ചെലവ് എന്താ കാട്ടു വെച്ചു. എന്നോട് എന്ത് പറഞ്ഞാലും എടാ കൂടെ വെച്ച് പറയുള്ളൂ, എനിക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. മൂപ്പരോട് ഇറങ്ങിപ്പോയി. അതും കഴിഞ്ഞു കണ്ട് ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലാം. അപ്പം തന്നെ ഷെയ്ഖുനാണ് എന്നോട് പറയാം, പണ്ടേ എൻ്റെ ഒരു ശിഷ്യനെ വലിയൊരു മുദരിസിനൊക്കെ പറഞ്ഞ് പേരൊക്കെ പറഞ്ഞ് ആ പേരിപ്പോൾ അവിടെ വ്യക്തമാക്കണില്ല. ഒരിക്കൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കോളേജിക്ക് എൻ്റെ മുദരിസായിട്ട് വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. ആദർശം ഉള്ളിലല്ലേ എന്ന് പറഞ്ഞു. ആര്? ആശയം ഉള്ളിലല്ലേ, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു. ഞാൻ മൂപ്പരോട് പറഞ്ഞു, ആ പൈസയിൽ നിങ്ങൾക്ക് ഖൈറില്ല, ആ പൈസയിൽ നിങ്ങൾക്ക് ഖൈറില്ല, നിങ്ങൾ എടുക്കണ ഈ ദർസ് നിങ്ങൾ നടത്തിയാൽ മതി, അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാവും എന്ന് പറഞ്ഞു. അതിന് മൂപ്പരതിനെതിരൊന്നും പറഞ്ഞില്ല. മൂപ്പര് പോയി ഇറങ്ങി. പിന്നെ പോയതിന് ശേഷം മൂപ്പര് കുറേ കാലം, പിന്നെ മൂപ്പര് കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് ആണ് ആരെ കാണാൻ വന്നത്? ഷെയ്ഖുനാനെ കാണാൻ വന്നത്. കാണാൻ വേണ്ടി വന്നപ്പോൾ നല്ലൊരു ഡബിൾ തുണി കൊടുത്തേക്കണ്, ഒരു ഹാഫ് കൈ ഷർട്ട് ഇട്ടേക്കണ്,
മുടിയൊക്കെ പിന്നിക്ക് ഇങ്ങനെ എന്ത് ചെയ്ത് വാർന്നിട്ടേക്കണ്, ഒരു ടവലിങ്ങനെ മടക്കി കൈക്കാൻ പിടിച്ചേക്കണ്. ഇയാൾ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതാരാണ് ആള് എന്ന്. ശേഖരൻ എന്നോട് പറയാ അങ്ങനെ മനസ്സിലാവുക, നല്ല തലയും കെട്ടും നല്ല നീളം കുപ്പായ കെട്ടിയുന്ന ആള്, ഡബിള് തുണിയും മുടിയൊക്കെ വാർന്ന ഹാഫ് കൈ ഷർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നാൽ അത് മനസ്സിലാവുമോ? ആരാന്ന് ചോദിച്ചു. ഞാൻ ഇന്ന ആളാണ്. അപ്പോഴത്തേനും ഉസ്താദ് അടി മുതൽ ഉസ്താദിൻ്റെ തൊള്ളിയിൽ വന്നത്രേ. ഉസ്താദിനെ പറഞ്ഞതാ, നിങ്ങളെ മതം മാറിയതിൻ്റെ ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ, അത് നിങ്ങളെ മതം മാറിയതിൻ്റെ ശേഷം ആ ചരടച്ചു പോയി. ഉസ്താദന്മാർ പറഞ്ഞു കൊടുത്ത് മുമ്പ് നിൽക്കണ്ടേ, നിന്നീല. ഇപ്പനൊക്കെണ്ട് ദേഷ്യം വന്നിട്ടേ, നിങ്ങൾക്ക് പള്ളയാണ് വലുത്, നിങ്ങൾക്ക് പള്ളയാണ് വലുത് എന്ന് പറഞ്ഞിട്ടേ ഉസ്താദ്. പൈസ തോനെ കിട്ടല്ലേ, പള്ളയാണ് വലുത്. അങ്ങനാട് പോയി. പിന്നെ എന്നോട് പറയാ, പിന്നെ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല, അന്ന് പോയതാ. വരും വേണ്ട, എത്ര ഉണ്ടാ വെറുപ്പ് നോക്കണം, വരും വേണ്ട. എന്നിട്ട് പിന്നെ അയാൾ പേരക്കുട്ടി, എളാപ്പാൻ്റെ മകളെ കുട്ടി, ജ്യേഷ്ഠൻ്റെ മകളെ കുട്ടി എന്നോട് പറഞ്ഞതാണ്. വല്യപ്പ ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഹലാക്കിൻ്റെ ഒരു പള്ളയിരുന്നാലും പ്ലാസ്റ്റിക് കവർ പോലെ, ഹലാക്കിൻ്റെ ഒരു പള്ള, എല്ലും കോലും. അമേരിക്ക ലണ്ടനിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് രോഗം എന്താണെന്ന് ആർക്കും അറിയില്ല. ഉള്ളിലെ പെട്ടിയും കുടലൊക്കെ ഇങ്ങനെ കാണുമെന്നറിഞ്ഞു. ഒരു ഭയങ്കര പള്ള, ആളെ കാണൂല. എത്ര ഒരു ബോള് കെടുക്കണ ഒരു പള്ള ഇങ്ങനെ കെടുക്കണ കാണാം. ഒന്ന് മരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കെടുക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പള്ള എടുത്ത് വെച്ച് കൊടുത്തിട്ട് വേണം. ഈ രൂപത്തിൽ കൊല്ലങ്ങളോളം നരകിച്ചിട്ടാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത്. അള്ളാഹുവേ, ഞങ്ങളെ ഉസ്താദുമാരെ ഒരു കുരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഉസ്താദുമാരെ കുരുത്തക്കളൊന്നും തരരുത് അല്ലാ. മഹല്ലരിമാര്, ബാക്കവിമാര്, എല്ലാ സനദിൻ്റെ ഉടമകൾ നല്ല ആലോചിച്ച് നീങ്ങിയില്ലെങ്കിൽ ഈ ഉസ്താദുമാർ അവർക്കൊരു ഒരു മാനസികമായൊരു പവർ നമ്മളെ റഖബത്തിൽ, നമ്മളെ പെരടിയിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിന് വികാരം തട്ടുന്ന എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മളെടുത്ത് വന്നാൽ അതൊക്കെ വളരെ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. അതൊക്കെ ശരിക്ക് ബാധിക്കും എന്നത് അനുഭവിച്ചറിയും. അതുകൊണ്ട് മഹല്ലരിമാര് നമ്മൾ സഹോദരങ്ങളാണ്, നമ്മളൊക്കെ ഇൽമിൻ്റെ ആൾക്കാരെ. നമുക്കിവിടെ ഈമാൻ ശക്തിപ്പെടുത്തുന്ന പണിയാണ്. ഈമാൻ ശക്തിപ്പെടുത്തുന്ന പണിയിൽ അതിലേക്കുള്ള റൂട്ടിൽ ഏറ്റവും വലിയ റൂട്ട് ഇൽമിൻ്റെ റൂട്ടാണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഇൽമിൻ്റെ വഴി തിരഞ്ഞെടുത്തത്, പൈസക്കും പണത്തിനും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തെല്ലാം പണി നമുക്ക് ചെയ്യാം. എന്നാലോ മൗലാമാർ അത്ര സുഖം വേറെ ആർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ നാട്ടിൽ കടലില്ലാത്ത ഒരാൾ ഞാനാണ്. വെറുപ്പിയും കടലില്ല. തമാശ അറിയില്ല. എൻ്റെ മോൻ അവിടെ ഇരിക്കട്ട് ചോദിച്ചു നോക്കിക്കൾ, പാപ്പാക്ക് വല്ല കടമുണ്ടോ ചോദിച്ചു നോക്കി. വെറുപ്പിയും കടലില്ല. ഓൽക്ക് ചിലപ്പോൾ കടണ്ടാവട്ടെ, അറിയില്ല. പ്രിയമുള്ളവരെ, അപ്പം എന്താ ഉസ്താദുമാർ പറഞ്ഞ റൂട്ടിൽ നമ്മൾ, എനിക്ക് ഗൾഫിക്ക് വലിയ വിസ എന്ന ആളാണ്. അബുദാബിയിലൊക്കെ നല്ല ഓഫർ ശമ്പള വിസ എന്നാണ്. എന്നോട് ഷെയ്ഖുന അറിയിച്ച് ഇൽമോണ്ട് ഷൂലായാൽ മതി, എനിക്ക് എല്ലാം അള്ള ഇവിടുന്ന് തരും എന്ന് പറഞ്ഞു. അതെന്നെ നമ്മളെ മഹാഭാഗ്യല്ല, പറച്ചിൽ തന്നെ എല്ലാം തന്നിട്ടുണ്ട്. അള്ളാഹുവേ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാ, ഇൽമിൻ്റെ പാതയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം അല്ലാ. അപ്പൊ അതുകൊണ്ട് ഉസ്താദുമാരെ മനസ്സിന് വേദനിക്കുന്ന എന്നൊക്കെ റയീസുൽ ഉലമന്റെ കൽവിലൊക്കെ ആകെ ഒരു വിഷമുണ്ടെങ്കിൽ ശിഷ്യന്മാരെ സംബന്ധിച്ച് മാത്രമാണ്. ഒരു വേദനിക്കുന്ന കൽബ് ഉണ്ടെങ്കിൽ തൻ്റെ അടുത്ത് ഇൽമ് പഠിച്ച ശിഷ്യന്മാരെ കുറിച്ച് മാത്രമാണ്. ഇതൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടമല്ലേ ഇപ്പോൾ. ഇതൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധി നമുക്ക് വേണ്ടേ, തൻ്റെ ഇടം നമുക്ക് വേണ്ടേ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പം അവനാൻ്റെ ഉസ്താദുമാരേക്കാൾ വലിയ, പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്, പഠിക്കാത്തത് കൊണ്ടാണ്. കാരണം ഷെയ്ഖു തെർബിയത്തിൻ്റെ ഷെയ്ഖാകണമെങ്കിൽ ഷെയ്ഖു തഅലീമിൻ്റെ ഇർഷാദ് വേണമെന്നാ ഷർത്ത്. ഷെയ്ഖു തഅലീമിൻ്റെ എന്ത് വേണം? ഇർഷാദില്ലാതെ ഇവിടേക്ക് പോകാൻ പാടില്ല. ഷെയ്ഖു ഇപ്പോൾ ഓക്കെ ഉസ്താദ് തന്നെ അവിടുത്തെ ശിഷ്യന്മാരെ അവിടെയും പൊടിയൊക്കെ കുടുങ്ങിയാൽ ഉസ്താദ് അറിഞ്ഞപ്പോൾ വിളിച്ചെടുത്തിട്ട് അതിനോട് ഒഴിവായിക്കാളെന്ന് പറഞ്ഞ എത്ര സംഭവങ്ങളുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഉസ്താദിൻ്റെ ശിഷ്യന്മാർ നമ്മളോട് പറയലുണ്ട്,
ഷെയ്ഖുന അന്ന് വിളിച്ചു കണ്ട് നിങ്ങളിന്ന് ഒഴിവായിക്കാളി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് യാതൊരു എന്തും ചിന്തിക്കാതെ രാജിവെച്ചു. അതുകൊണ്ട് നമ്മളിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന നമ്മൾ പ്രായമുള്ള ഷെയ്ഖും ശിഷ്യന്മാരൊന്നുമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് അവനാൻ്റെ ഉസ്താദുമാരും അവനാൻ വന്ന വഴി ആ റൂട്ട് ഇത് ഈമാനാണ്. ഈമാൻ്റെ റൂട്ടിൽ ഏറ്റവും നല്ല പ്രവർത്തിക്കാനുള്ളത് ഇൽമ. ഇൽമ ഇങ്ങനെ പറയും, 3 നിലക്കുള്ള ഇൽമ്: ഇൽമു തൗഹീദ്, ഇൽമു ശരിയ, ഇൽമു സിറ്. 3 ഇൽമ നമുക്കുള്ളത് അല്ലേ? ഗസാലി ഇമാമിൻ്റെ ഇബാറത്താണ് ഞാൻ പറഞ്ഞത്. ഇൽമു തൗഹീദ്, പിന്നെ ഇത് ഇൽമു ശരിയ, ഒന്നുകൂടി പറഞ്ഞ അക്കായിദ്, ഫിഖ്ഹ്, തസവുഫ്. അക്കായിദ്, ഫിഖ്ഹ്, തസവുഫ്. വേറെ ഒന്നുകൂടി പറഞ്ഞ ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്. വേറെ ഒന്നുകൂടി പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് ചോദിച്ച ചോദ്യം പറഞ്ഞാൽ ഈമാന്, ഇസ്ലാം, ഇഹ്സാന്. ഇതൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നമ്മൾ. ഇത് 3 നമുക്ക് ഫർള് ഐന പഠിക്കൽ ഏത് മുക്കല്ലഫായ മനുഷ്യനും പഠിച്ചേ പറ്റൂ. ഇതിൻ്റെ വസ്തുതകളൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ അപ്പൊ ഈ 3 ഇൽമാണ് എല്ലാത്തിൻ്റെ നിദാനം എന്ന് വെക്കുമ്പോൾ ഉറപ്പല്ലേ ഞാൻ ഏത് വഴിക്ക് പോകണമെങ്കിലും എൻ്റെ തഅലീമിൻ്റെ ഷെയ്ഖ് എന്നെ ഇർഷാദ് ചെയ്യണം. ആ വഴിക്കാണ് ഞാൻ നീങ്ങുക. ഞാൻ എൻ്റെ ഇളകുന്ന ഞാൻ ഷെയ്ഖുന ഹയാത്തുള്ള കാലത്ത് ഞാൻ എൻ്റെ എല്ലാ കാര്യം അവിടെ ചെന്ന് കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞാൽ ഉസ്താദ് പറയും നിങ്ങൾ ഷെയ്ഖുനാനോടൊന്ന് ചോദിച്ചാളി എന്ന് പറയും. അത് നമുക്ക് വേറൊരു ഇർഷാദാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല കേൾക്കേണ്ടത്, ആര് പറഞ്ഞ് കേൾക്കണോ? നിങ്ങൾ ഉസ്താദാണ്. ആര്? കുണ്ടൂർ ഉസ്താദിൻ്റെ ആണ്ടാണ്. 20ാമത് ഉറൂസാണ് ഈ വരുന്ന 24-ാം തീയതി സമാപന. 21-ാം തീയതി തുടങ്ങും. നമ്മളേറെ പങ്കെടുക്കണം. വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ. അള്ളാഹു കൊടുത്ത ദർജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. എന്ത് ചോദിച്ചാലും പറയും നിങ്ങൾ ഷെയ്ഖുനാനോടൊന്ന് ചോദിച്ചാളി എന്ന് പറയും. അങ്ങനെ ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയി ചോദിക്കും. ചോദിച്ചിട്ട് തിരിച്ച് വന്ന് എന്നോട് ചോദിക്കും എന്തേ പറഞ്ഞു ചോദിച്ചു. എന്തേ ഷെയ്ഖുന പറഞ്ഞെന്ന് അറിയണം. എന്താണ് ആ വിഷയത്തിൽ ഷെയ്ഖുന പറഞ്ഞതെന്ന് ഉസ്താദിനെ അറിയണം. അപ്പം നമ്മൾ പറയും ഇന്നതാ, അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ അതേനാണ് ഇത് ശരി എന്ന് പറയും. അങ്ങനെയാണ്. പിന്നെ ഷെയ്ഖുനാൻ്റെ വഫാത്തിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും അവിടുന്ന് പറഞ്ഞു തരും. അവിടുന്ന് നിർദ്ദേശിക്കും ഇന്നമാതിരി ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ ഇപ്പം നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒതുക്കുങ്ങ പോവും. റയീസുലമൻ്റെ മുന്നിൽ വന്നിരിക്കും. ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്നോട് ഉസ്താദ് ചോദിക്കുക ഞാൻ തങ്ങളെ ബാപ്പയെ ചോദിച്ചു. എന്നോട് റയീസുലമ നേരിട്ട് എന്നോട് ചോദിച്ചതാണ്, ഞാൻ തങ്ങളെ ബാപ്പ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാനെന്നറിയും. ഞാൻ പറഞ്ഞു എനിക്കിഞ്ഞ് വേറെ ഏതാ ബാപ്പാന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ഞാൻ നിങ്ങളെ ബാപ്പ തന്നെയാണ്, നിങ്ങൾ ചോദിച്ചോളിയാർ. അള്ളാഹു ഉസ്താദിന് അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ, സിഹത്ത് നൽകട്ടെ. നമ്മളെ ബാപ്പ തന്നെയാണ്. ഇപ്പോഴും എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മളൊക്കെ ഷെയ്ഖുനാൻ്റെ മക്കളല്ലേ, നമ്മളല്ല കുഴക്കൂല ഒട്ടിയാറ്, നമ്മളല്ല കുഴക്കൂല അറിയും. നമ്മൾ ഷെയ്ഖുനാൻ്റെ മക്കളാണ്, നമ്മൾ അള്ളാഹു കുഴക്കൂല. ഷെയ്ഖുന വലിയ ഇജാബത്തുള്ള മഹാനാണ്. അതുപോലെ കലന്തർ വലിയുള്ളതിൻ്റെ ശിഷ്യന്മാരാകാൻ ഭാഗ്യം ലഭിച്ച മഹന്തരിമാർ എത്ര ഭാഗ്യവാന്മാരാണ്. മൂപ്പര വറവും തെക്കുവയും മൂപ്പര ഇൽമും മൈരിഫത്തും എല്ലാം ഇവിടെ. ഞാൻ പറയേണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ചരിത്രം. ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ തീരൂല. അവരൊക്കെ അങ്ങനെയാണ്. അവരോടുള്ള ഒരു കുറഞ്ഞ സമയത്തെ ബന്ധങ്ങളൊക്കെ നടത്തിയ ശിഷ്യന്മാരെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അവരൊക്കെ ആരാണ്? മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച മഹത്തുക്കൾ അല്ലേ? ആ ബന്ധം സ്ഥാപിച്ച മഹാന്മാർ എന്നും മുഹിയുദ്ദീൻ ഷെയ്ഖുമായി ബന്ധം, അഭേദ്യമായ ബന്ധം, ഇതൊക്കെ ഉണ്ടാക്കി തന്ന അവർ, ആ മഹാന്മാർ, ആ മഹാനായ കലന്തർ വലിയുല്ലാഹി അവരുടെ എത്രാമത്തെ ആണ്ടാ? 13ാമത് ഉറൂസാണ്. ഇൻഷാ അല്ലാഹ് 14ാമത് ഉറൂസ് ഇതിനേക്കാൾ വിപുലമായി നടക്കണ്ടേ? ഇന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ. അള്ളാഹു മഹദരിമാർക്ക് ഇനി കൂടാനുള്ളവർക്കും കൂടി കൂടിയിട്ട് വളരെ വിപുലമായി. സ്ഥലം ഇവിടെ തന്നെ ആവണമെന്നില്ല, എന്നാലും നിങ്ങൾ വിവരം ഒന്ന് പറയുകൊണ്ട് ഞാൻ പറ്റുമെങ്കിൽ വരട്ടെ നമുക്ക് കൂടാൻ. മനസ്സിലായ? റഹ്മാനായ റബ്ബ് നമ്മളെ ഉസ്താദുമാരെ ഉറൂസ് നടത്തിയിട്ട് അതാണ് വാക്ക ഉസ്താദിൻ്റെ ഉറൂസ് വരിക. ഇനിയിപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ല വലിയ സെമിനാർ നടത്തുകയാണ്. അവിടുത്തെ ശിഷ്യന്മാർ അതൊന്ന് സുലൈമാൻ ഉസ്താദിനോട് സമ്മതം ചോദിക്കാനാണ്
ഇന്നിപ്പോൾ അസർക്ക് മറ്റോലും എന്നെ വിളിച്ചത്. അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഷെയ്ഖുനാൻ്റെ പരിപാടിയല്ലേ, അത് നിങ്ങൾ നടത്തിക്കോളിന് സമ്മതം തന്നു. ഇൻഷാ അല്ലാഹ് ഇതിൽ നിങ്ങളെല്ലാവരും ഭാഗവാക്കാകണം. അള്ളാഹു മലപ്പുറം ജില്ലൻ്റെ സെമിനാറാണ് കൊല്ലം വരാൻ പോണ ഷെയ്ഖുനാൻ്റെ ഉറൂസിൻ്റെ ഭാഗമായി. ഉറൂസ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ റഹ്മാനായ. അപ്പം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 26-ാം തീയതി ഖലീൽ തങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ സ്വാഗത സംഘം ഇഹ്യാഉ സുന്നയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ. പിന്നെ ആർക്കഞ്ഞി പ്രവർത്തിക്കുക? നമ്മളെ ഉസ്താദുമാർക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്കും നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് പാലും ഇഞ്ഞു കൊടുക്കാനോ അലക്കി കൊടുക്കാനോ നമുക്ക് വല്ലാതെ കഴിഞ്ഞിട്ടില്ല. നാം വഫാത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ഖിദ്മത്തുണ്ട്, അത് നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോഴേ ഈ ബന്ധമൊക്കെ നിലനിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇമാം ബുഖാരി തങ്ങൾ ആദ്യത്തെ ഹദീസൻ ഹദ്ദസനൽ ഹുമൈരിയു അങ്ങനെയല്ലേ തുടങ്ങിയത്. എന്താ ആ ഉപയോഗങ്ങളൊക്കെ? ഒന്നാമത്തെ ഹദീസനെ ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് എങ്ങനെ? ഹദ്ദസനൽ ഹുമൈരിയു എന്ന് പറഞ്ഞിട്ട് സനത് ഇങ്ങനെ വായിക്കുകയാണ്. എന്താ ഉസ്താദ്മാരെ നാമൊക്കെ എത്ര ബഹുമാനത്തിലാണ് പറഞ്ഞു പഠിപ്പിച്ചു എന്നത്. അതുകൊണ്ട് നമ്മളെ ഉസ്താദ്മാരെ ഇപ്പം ഞാൻ ഖലീൽ തങ്ങളായിട്ട് ചർച്ച നടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ്മാരെ പേര് പറയുമ്പോൾ അവരെ ബാപ്പാരും ഒക്കെ പേര് പറയണം, എന്നിട്ട് അത് ലോകം ഒന്ന് അറിയട്ടെ. അവരെ ബാപ്പാര നിങ്ങളൊക്കെയാണെങ്കിൽ സുൽത്താനുൽ ഉലമ ബഹറുൽ ഉലൂമിനെ കുറിച്ച് പറയുമ്പോൾ എന്തേ പറയുള്ളൂ? സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ അങ്ങനല്ലേ പറയുള്ളൂ. സുൽത്താനുൽ ഉലമ എപ്പോൾ പറഞ്ഞാലും ബഹറുൽ ഉലൂമിനെ കുറിച്ച് എന്താ പറയാ? സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ ബാപ്പാനെ ചേർത്തിട്ടേ പറയുള്ളൂ. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമ് മൂസാ നബിയോട് പറഞ്ഞൊരു ചരിത്രം ഉണ്ടല്ലോ ഇല്ലേ? എന്താ മസ്മൂക്കാന്ന് ചോദിച്ചു. മിറാജിന്റെ രാത്രിയിൽ മൂസാ നബി റസൂലുള്ളാഹിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? നിങ്ങൾ ഉലമാ ഉമ്മത്തിക്ക് അമ്പിയായി ബനി ഇസ്രായേൽ പറഞ്ഞേക്കണോ ചോദിച്ചു. ആ ഞാൻ പറഞ്ഞ ഹദീസ് തന്നെയാണ്, എന്നാൽ എനിക്കതൊന്ന് തെളിയിച്ചു തരണം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അപ്പോൾ റസൂലുള്ളാഹ് ലോകത്ത് വരാനിരിക്കുന്ന അർവാഹിൻ്റെ കൂട്ടത്തിലേക്ക് ഇശാറത്താക്കി വിളിച്ചു. അപ്പോൾ പറന്നു വന്ന് തൻ്റെ മുമ്പിൽ സലാം പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി തങ്ങളെ റൂഹാണ് വന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. വന്നിട്ട് സലാം പറഞ്ഞു, സലാം മടക്കി. അപ്പം മൂസാ നബി ചോദിച്ചു മസ്മുക്കാന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചു? മസ്മുക്കാന്ന് ചോദിച്ചു. ഉടനെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം എന്ത് മറുപടി പറഞ്ഞു? മുഹമ്മദ് ബിനു അഹ്മദ് എന്ന് പറഞ്ഞു. എൻ്റെ ഗസാലി ഇമാമിൻ്റെ പേര് മുഹമ്മദ് ബിനു അഹ്മദ് എന്ന് പറഞ്ഞു. അപ്പം മൂസാ നബി തിരിച്ചു ചോദിച്ചു, ഞാൻ എൻ്റെ പേരല്ലേ ചോദിച്ചിട്ടുള്ളൂ, പിന്നെ അച്ഛനെ ബാപ്പാൻ്റെ ഒക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചപ്പോൾ മൂപ്പര് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു. ആര്? വന്നാള് എന്ത് ചോദിച്ചു? നിങ്ങളോട് അള്ളാഹു നിങ്ങളെ വലം കയ്യിൽ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ അസായ എന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾ ഈ അസായ തവക്കവ് ബിഹാ വഉശു ബിഹാ അലാ വനമീനൊക്കെ എന്തിനാ മറുപടി പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ മൂസാ നബി ഇതാണ് കേട്ടപ്പോൾ മൂസാ നബി പറഞ്ഞു, അത് ഇലാഹായ അള്ളാഹിനായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു സമയം കിട്ടുകയാണ്. അപ്പം ആ ലദ്ദത്തെടുക്കാൻ ഒറ്റവാക്കിൽ ചുരുക്കാതെ ഞാൻ ചെയ്തതാണ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഉടനെ വന്നാണ് മറുപടി, അള്ളാഹിനായിട്ട് സംസാരിച്ച് നിങ്ങളായിട്ട് സംസാരിക്കാൻ എനിക്കൊരവസരം കിട്ടുകയാണ്, അപ്പം ഞാൻ ഒറ്റവാക്ക് ചുരുക്കാതെ എന്ത് ചെയ്തതാണ്. അതിൽ റസൂലുള്ള തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം വടി കൊണ്ട് ഇതിലൊരു കുത്തു കൊടുത്തു എന്നാ. പിന്നെ മുണ്ടിയിൽ എനിക്ക് അതപ്പില്ലേന്ന് വെച്ചിട്ട് അതെന്തിനാ കുത്തിയത്? വന്നത് തങ്ങളെ ഉമ്മത്തി തന്നെയെന്ന് അതും ബോധ്യപ്പെടണമല്ലോ. വന്നത് ആരെ ഉമ്മത്തി തന്നെയാണ്. അല്ലെങ്കിൽ മൂസാ നബിനെ ക്രോസ് ചെയ്ത മറ്റേ ഇങ്ങോട്ട് ചോദിച്ചൂലേ, നിങ്ങൾ എന്തിനെ കുത്തുന്നു ചോദിച്ചൂലേ? ഉസ്താദുമാർക്ക് കുത്താലോ, ഇങ്ങനെയാണല്ലോ ബന്ധം തന്നെ. കുത്തു അടിച്ചും ദേഷ്യപ്പെടും, നമ്മളെ പുറത്താക്കിയിട്ടുണ്ടാവും. അതൊന്നും ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കലല്ല ശിഷ്യന്മാർ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട പഠിച്ചോനെ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അന്നും വേണ്ടട്ട. ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവനാണ്. അവരാണ് നമ്മളെല്ലാം. അവരോടൊട്ടിന്ന് ആ ബന്ധത്തിൽ നമ്മൾ നിന്നാൽ നമുക്ക് എല്ലാ തിറക്കി ഉണ്ടാവും, എല്ലാ കാവലും അള്ളാഹു ഉണ്ടാവും. ഞാൻ ദർശനത്തുമ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായി. യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഞാൻ തീവ്രവാദിയാണെന്ന് പോലീസിലൊരു പെറ്റീഷൻ. ഞാൻ അതിലും വലിയ കട്ടക്കാലം വേറെന്താ, ഞാൻ വലിയ തീവ്രവാദിയാണെന്ന് പോലീസിലൊരു പെറ്റീഷന്. ഇതാ ഞാൻ ഇങ്ങനെ പോലീസിൽ പെറ്റീഷൻ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പോയി ഒതുക്കുങ്ങൾക്ക്. അപ്പോൾ ഒതുക്കെങ്കിൽ ആ കൊലയുമല ഇരിക്കുകയാണ്.
അപ്പോൾ ഞാൻ ചെന്ന് വിഷയം പറഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല തീവ്രവാദം ഉണ്ടോയെന്ന് ചോദിച്ചു. ചോദിക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടുന്ന് പഠിപ്പിച്ച തീവ്രത അല്ലാത്ത വേറൊരു തീവ്രത ഇല്ല. ഉടനെ പറഞ്ഞു, നിങ്ങളെടുക്കണ പണി നിങ്ങളെടുത്തോളി, നിങ്ങളടുത്തേക്ക് ആരാ വരുന്നത് ഞാനൊന്ന് നോക്കട്ടെ, എനിക്കൊന്ന് കാണുന്നത്. അതൊരാണത്തുള്ള വർത്താന. നിങ്ങളെ പിടിക്കാൻ ആരാ വരുന്നത് ഞാനൊന്ന് നോക്കട്ടെ, എനിക്കതൊന്ന് കാണണം. എന്താ അതൊക്കെ വാക്ക്? പോലീസ് എത്ര പ്രാവശ്യം എൻ്റെ പള്ളികൾക്ക് വന്നു, പക്ഷെ വരുമ്പോഴൊക്കെ പോലീസ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ പോകുന്നുണ്ടാവും, ഞാൻ കാണുന്നുണ്ടാവും പോലീസ് കയറുന്നത്. ഞാനിങ്ങനെ ഇറങ്ങി വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാം പോലീസിൻ്റെ CIൻ്റെ ജീപ്പ്, SP-ൻ്റെ ജീപ്പൊക്കെ ഇങ്ങനെ വരുന്നതാണ്. എന്നെ തെരഞ്ഞു വരിക എന്ന് എനിക്കറിയാം. ഓൽക്ക് ഞാൻ ആരാന്ന് ഓൽക്കറിയില്ല. ഒരു നോട്ടം പോലും ഓൽക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒറ്റ വാക്കാ, നിങ്ങളെ പോലീസ് നോക്കേ, നിങ്ങളെ പോലീസ് പിടിക്കേ, എന്നാൽ എനിക്കതൊന്ന് കാണണം. അതാ ഉസ്താദന്മാർ. ഓല് നോക്കും നമ്മളെ. നമുക്ക് പ്രശ്നം വന്നോടത്ത് ഓരുണ്ടാവും. അതിനൊക്കെ പറ്റിയ മഹാനാണ് കലന്തർ വലിയുല്ലാഹി. പക്ഷെ അത് അവരെക്കുറിച്ചൊക്കെ നല്ല പഠിക്കണം, ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കണം. ആരാണ് കലന്തർ മസ്താൻ എന്ന് കൃത്യമായി സമൂഹത്തിനെ പഠിപ്പിക്കേണ്ട ബാധ്യത അവിടുത്തെ ശിഷ്യന്മാരായ മഹല്ലറിമാർക്കാണ്. അല്ലേ? എന്താണ് പങ്ക് ആട്ടാരും മടി? അതെ, അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്ക് പിന്നെ നിങ്ങളോട് അങ്ങനെയൊക്കെ ചോദിക്കാം. റഹ്മാനായ റബ്ബ് സ്നേഹിതന്മാരാണല്ലോ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല കലന്തർ വലിയുള്ളാഹിന്റെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അതുകൊണ്ട് ആ കണക്ഷൻ മുറിക്കണ്ട. അത് ചെറിയ 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 വിഷയം കൊണ്ട് ആ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും. ഇന്ന് ആധുനിക ലോകത്ത് പലജാതി ഫിത്നകളും ഇവിടെ പൊട്ടിപ്പുറപ്പെടും. അതിനൊന്നും കണ്ട് അതിൻ്റെ പിന്നാലൊക്കെ ഓടി പോയാൽ പോയോൽക്ക് പോയി. ഉസ്താദന്മാർക്കൊന്നും ഇവിടെ വരാൻ പോണില്ല. ആർക്ക് പോയി? പോയോൽക്ക് പോയി, അത്ര വരാൻ പോണുള്ളൂ എന്ന് മാത്രം. ഈ സാഹചര്യത്തിൻ്റെ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാഞ്ചന്മാരാകുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ ഈ പരിപാടി അല്ലാഹു കബൂലാക്കട്ടെ. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥൻ നമ്മൾ അത്തുഹാജി, ഞങ്ങളൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് ചോദിച്ചാലും ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു സഹോദര, പ്രായമുള്ള രോഗിയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കട്ടെ, അള്ളാഹ് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രവർത്തകർ ഇതിന് വേണ്ടിയിട്ട് എടുത്തുപിടിച്ചാനും ഭക്ഷണം ഉണ്ടാക്കാനും വെള്ളം തരാനും അതിനൊക്കെ തയ്യാറുള്ള ഒരുപാട് നാട്ടിലെ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, അവർക്ക് അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ. പിന്നെ ആലിമീങ്ങളാകുന്ന നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ സംഘടിതമായ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നമ്മൾ ഉറച്ചിക്കണം. അത് മറ്റൊരു വശമാണ്. അതില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? എല്ലായിടത്തും പരാജയപ്പെട്ടു പോകും. നമ്മൾ സംഘടിതമായ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നാട്ടിലും പ്രവർത്തിക്കുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ? ഉറച്ചു നിൽക്കണം. അത് ഇതിൻ്റെ അതിൻ്റെ അർത്ഥം കുഴപ്പമില്ലാത്തടത്ത് കുഴപ്പമുണ്ടാക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ടാവും. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ വിഷയത്തിൽ നല്ല ഹിമ്മത്ത് നൽകണം അല്ലാ, നല്ല മനക്കരുത്ത് നൽകണം അല്ലാ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തൻ്റെ ഹിക്മത്തുകളുടെ ഒന്നാമത്തെ ഹിക്മത്ത് തന്നെ ഹിമ്മത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. അങ്ങനല്ലേ? ഫസവാബികുൽ ഹിമമി ലാ തഖ്രിഖു, അങ്ങനല്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു നല്ല ഹിമ്മത്ത് പ്രദാനം ചെയ്യട്ടെ, മനക്കരുത്ത് അല്ലാഹു നൽകട്ടെ, ഉറച്ചു നിൽക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മളെ ഈമാൻ യഖീനായി മാറണം. എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ? ഇബാറത്തുൻ അൽ യഖീനു ഇബാറത്തുൻ അൻ ഖുവ്വത്തിൽ ഈമാനി വ സബാതിഹി വ റുസൂഖിഹി ഹത്താ യസീറ കത്തൗദിൽ അലീം. ഈമാൻ ഒരു പർവ്വതം പോലെയായി മാറണം. ഇവിടെ എന്ത് മലവെള്ളം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഉറച്ചു നിൽക്കുന്ന ഒരു പർവ്വതം പോലെയായി മാറണം. ആ നിലയ്ക്ക് ഈമാൻ ഹൃദയത്തിൽ ഉറക്കുക, ഹൃദയത്തിൽ സ്ഥലം പിടിക്കുക. ആ നിലയ്ക്ക് ഈമാനിന് ഖുവ്വത്തുണ്ടാകുക. ഇതാണ് യഖീൻ എന്ന് പറഞ്ഞാൽ. യഖീന്റെ നിർവചനം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞ നിർവചനാണ്. അൽ യഖീനു ഇബാറത്തുൻ അൻ ഖുവ്വത്തിൽ ഈമാനി വ സബാതിഹി വ റുസൂഖിഹി ഹത്താ യസീറ കത്തൗദിൽ അലീം. അല്ലാഹു നല്ല യഖീൻ നമുക്ക് നൽകട്ടെ. ഇൽമു എല്ലാം പഠിച്ച ഇൽമു മുത്താലയ ചെയ്യുക, കിതാബ് കൊണ്ട് ഷൗലാകുക, ഓതിക്കൊടുക്കുക.
നല്ല ഇതൊക്കെ എൻ്റെ ഈമാൻ ശക്തിപ്പെടാനാന്നുള്ള വിശ്വാസം ഉണ്ടാകുക. ദുന്യാവിൻ്റെ ചരക്കല്ല ഇൽമ്. ദുന്യാവ് അള്ളാഹു നടത്തി തരും. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഈമാനിൽ നല്ല ശക്തി അള്ളാഹു നൽകട്ടെ, പവർ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി മഹലരിമാർ ആലോചിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഈ ഉസ്താദുമാരുടെ ആ കെട്ടുറപ്പിൽ ഭദ്രതയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മഹലരി അസോസിയേഷൻ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? കേരളത്തിൽ ഇല്ലേ? ആ ഉണ്ട് എന്നിപ്പോൾ ഉറൂസ് നടന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മളെ കൽപ്പിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഒരു അസോസിയേഷൻ ഇവിടെ ഉണ്ട്. ഇതുവരെ അത് മനസ്സിലായിട്ടില്ല, ഇപ്പോഴാണത് മനസ്സിലായത്. നിങ്ങളൊരു 12 ഉറൂസ് നിങ്ങൾ നടത്തിയിട്ടില്ലേ? ആ എന്നെ വിളിക്കായിട്ടേക്കാരോ? അല്ലാഹു തആല നമ്മളൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, സലാമത്താക്കുമാറാകട്ടെ. തങ്ങൾ ഉസ്താദ് എത്ര ആവേശത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഈ പരിപാടി എത്രയോ നേരത്തെ വന്ന് ഇതിലൊക്കെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സൊക്കെ അല്ലാഹു കൊടുക്കട്ടെ. തങ്ങൾ ഉസ്താദ് ഇന്നും ഈ തമിഴ്നാട്ടിലായിക്കോട്ടെ എപ്പോഴും ഇഹ്യാ സുന്നയിൽ വരികയും ഉസ്താദുമാരുമായി സമ്പർക്കം പുലർത്തുകയും ആ ബന്ധം എന്നും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് തങ്ങൾ ഉസ്താദ്. നമുക്കറിയാം, അവർക്കും തന്നെ തങ്ങൾ ഉസ്താദിന് നല്ല പരിചയമാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ പരിചയം നമ്മൾ ഉസ്താദുമാരുമായുള്ള ആ സമ്പർക്കം അല്ല ശക്തിപ്പെടുത്തി തരട്ടെ. അപ്പം ആ ബന്ധം സമ്പർക്കവും ചോദിക്കലും അന്വേഷിക്കലും നമ്മളെ തീരുമാനം തന്നെ ഓല് പറയുള്ളൂ. അതിൻ്റെ അങ്ങേപ്പുറത്തേക്കൊന്നും ഓല് പറയില്ല. അങ്ങനെ ഓല് പറയുള്ളൂ. നമ്മളോട് ചോദിച്ച് മുഷാവറ ചെയ്തിട്ട് തന്നെ ഓലും തീരുമാനിക്കും. ഒന്ന് ചോദിച്ച് അന്വേഷിച്ച് എത്ര സന്തോഷമാണത്. അല്ലാഹു തആല നമുക്കൊക്കെ ഒരു നല്ല ഉത്തരവാദിത്ത ബോധം അല്ലാഹു നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി. ഇന്നിപ്പോൾ സംസാരിക്കാൻ എന്ത് പണിയാ? ഇന്നിപ്പോൾ വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടെലിഫോണുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകുക എന്നെ ചെയ്യണ്ടല്ലോ. അപ്പോൾ അല്ലാഹു തആല നീ ഇടയ്ക്കൊരു സിയാറത്താണ്ട് പോയാലെന്താ? മകാൽപട്ടണത്തിൽ ഏതെല്ലാം മഹാന്മാരുണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ പാടി ആ വരിയൊക്കെ ചെല്ലിയ ബഹുമാനപ്പെട്ടവരുടെ വരികളൊക്കെ അവിടെയൊക്കെ മറവിട്ട് എടുക്കണില്ലേ? ഷെയ്ഖ് ഉമറുൽ ഖാഹിരി തങ്ങൾ മുബറദല്ലേ വരി? ഉമറുൽ ഖാഹിരി തങ്ങളതല്ലേ? മുറാദങ്ങളുടെ മകൻ ഉമറുൽ ഖാഹിരി തങ്ങൾ മറ്റേത് അല്ലഫുൽ അലിഫാണ് അല്ലേ? അതാണ് ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുള്ളത്. ഒക്കെ വലിയ തസവുഫാണ്. ഓരോ ബെയ്ത്തുകളും ബഹറാണ്. ഓരോ ബെയ്ത്തുകളും അതിന് ആശയങ്ങൾ ബഹറാണ്. ഓരോ ഉമറുൽ ഖാഹിരി തങ്ങളുടെ ബെയ്ത്ത് അതുപോലെയുള്ള ഒരു ബെയ്ത്ത് തന്നെയാണ്. അത് 28 അക്ഷരങ്ങളാലാണ്. ഇതും എന്ത് അക്ഷരങ്ങളാൽ തന്നെ? 28 അക്ഷരങ്ങളാൽ തന്നെയാണ്. ഇതിലും അങ്ങനെ തന്നെയാണ്. ആദ്യം ആ, പിന്നെ ബ, പിന്നെ ത. ഒന്നാം ഇസ്റാ ഹംസകൊണ്ടാണെങ്കിൽ രണ്ടാം ഇസ്റാ എന്തുകൊണ്ട് ബാവുണ്ട് ഇല്ലേ? അങ്ങനല്ലേ? അങ്ങനെ തന്നെയുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരൊക്കെ മദത് അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഈ ഓഡിറ്റോറിയം സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, നമുക്കൊക്കെ ഒന്ന് വന്ന് പങ്കെടുത്ത് ഈ കസേരൊക്കെ ഒന്ന് നിറച്ച് റാഹത്താക്കി പോകേണ്ട പണി നമുക്കുള്ളൂ. ഇതിനൊക്കെ വേണ്ടി എത്ര ത്യാഗം ചെയ്തതിൻ്റെ സംഘടന ഓൽക്ക് അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു റാഹത്ത് കൊടുക്കുമാറാകട്ടെ, സന്തോഷം നൽകും. ഇപ്പം ഞാൻ ഇവിടെ വരാൻ തന്നെ എത്ര ടെലിഫോണൊക്കെ തങ്ങൾ പാപ്പ ചെയ്തിട്ടുണ്ട്. അത് തങ്ങൾ ഇരിക്കും നമ്മളെ പയ്യനാട്, നമ്മളെ പയ്യനാട് വലിയ അങ്ങൾ പാപ്പ എനിക്കൊരു ബന്ധമുള്ള ആളും കൂടിയാണ്, മഹാനും കൂടിയാണ്. അതിൻ്റെ കുത്തുബിയത്ത് മുഴുവനും മൂപ്പരാണ്. മൂപ്പരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ കുത്തുബിയത്ത് ചെല്ലല്. അതൊരു സമയത്ത് മൂപ്പരെ വീട്ടിൽ കുത്തുബിയത്തിന് എന്നെ വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലണൊരു രൂപമുണ്ട്, ഇന്ന് ഇവിടെ ചെല്ലണം എന്നറിഞ്ഞു. കുടുങ്ങിയില്ല ഞാനും മുത്താലിമീങ്ങളും കൂടി. അങ്ങനെ ഞാൻ ചൊല്ലിങ്ങോട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ സദസ്സം തന്നെ നീച്ച് 2 കൈയും പിടിച്ചിട്ട് പറഞ്ഞു, ഈ ഇതേ രൂപത്തിൽ നിങ്ങൾ ഈ എല്ലാ മജ്‌ലിസുകളും നിലനിർത്തണം. ഇത് ഞാൻ നിങ്ങൾക്ക് സമ്മതം തരാനാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് എന്ന് സമ്മതം തന്ന് ഏൽപ്പിച്ചു. അൽഹംദുലില്ലാഹ് ഞാൻ അങ്ങനെ നടത്തലുമുണ്ട്. റഹ്മാനായ റബ്ബ് പയ്യനാട് തങ്ങൾ പാപ്പാൻ്റെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. കഴിഞ്ഞ ഉറൂസിന് പോയപ്പോൾ
എന്നോട് ആരോ അവിടുന്ന് പറഞ്ഞു, എന്ത് അടുത്ത ഉറൂസ് നമുക്ക് മക്കാമത്ത് തന്നെ ആയി കിട്ടണം. അള്ളാഹു തആല മക്കാമത്ത് തന്നെ ഉറൂസ് നടത്താനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എന്തോ ചെറിയ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അള്ളാഹു തീർത്ത് അള്ളാഹു തആല ഒരു സലാമത്തിൻ്റെ വഴി അള്ളാഹു തുറക്കട്ടെ. അള്ളാഹ് റാഹത്തിലാക്കും ഇൻഷാ അല്ലാഹ്. തങ്ങൾ ഉസ്താദ് നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. അതിൻ്റെ മുമ്പ് ഈ മഹത്തായ പരിപാടിയിലേക്ക് കുറച്ച് കാശുകളൊക്കെ വേണം, ചെറിയ ചിലവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് കാശുകൾ നിങ്ങൾ നൽകിയാൽ, തങ്ങൾ ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഏറ്റാൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യണം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെ മുറാദുകളും ഈ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട്, കലന്തർ മസ്താൻ്റെ വലിയുള്ളാൻ്റെ ബഹുമാനം കൊണ്ട്, കൽപ്പട്ടണ മഹ്ലറത്തുൽ ബദരിയ, മഹ്ലറ എന്ന് പറഞ്ഞാൽ അത് ഗൗസുൽ ആലം വന്ന സ്ഥലമാണ്, പങ്കെടുത്ത സ്ഥലമാണ്. അങ്ങനെയല്ലേ ചരിത്രം പറയുന്നത്. ഗൗസുൽ ആലം എന്തേരു സദഖത്തുല്ലാഹിൽ ഖായിരി അവിടെ വെച്ച് ചൊല്ലിയപ്പോൾ ആരവിടെ പങ്കെടുത്തു? ഗൗസുൽ ആലം വന്നു എന്നാ, ഗൗസുൽ ആലം അവിടെ വന്നു എന്നാണ് ചരിത്രം. ഞാൻ വന്ന അതിൻ്റെ സൂചന അടുത്ത വരിയിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളഞ്ഞ് പിശാചി സ്വൈപ്പാക്കൂല, ഞങ്ങളെ ഏറ്റെടുത്തേക്കണ്, നിങ്ങളെ പക്ഷെ നിങ്ങൾ സ്വന്തം ചെല്ലിയാൽ പോരാ, നിങ്ങൾ ഉമ്മത്തിന് എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഈ സമ്മതം കിട്ടിയിട്ടാണ് പിന്നെ ഏതെഴുതിയത്, കുത്തുബിയത്ത് എഴുതിയത്. ആ അതിലതിൻ്റെ സൂചന ഉണ്ട്. ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു അല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ മാകിനഹു യസൂറുഹു കുല്ലു മുസ്തഖിം വലാകിനഹു ഫീ ബൈതിഹി ഖദ് യുലാഖി മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി. മലരിയാക്കെ ചെല്ലാൻ മടി ഉണ്ടാവില്ല. ഫീ ബൈത്തി, എല്ലാ മുസ്താഖീങ്ങളും ഇവിടെ സിയാറത്തിന് വരും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. മുസ്താഖിൻ്റെ വീട്ടിലേക്ക് ആരും ഇങ്ങോട്ട് വരും, ഷെയ്ഖ് ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. അത് ഖൽഫത്തുൽ അനുഭവിച്ചിട്ട് വലിയ എഴുതിയ വെയ്ത്താണത്. അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ഗൗസുൽ-ആലമിനെ പോലത്തെ മഹത്തുക്കളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു രൂപത്തിൽ അള്ളാഹു നമ്മളാക്കി തരട്ടെ. അതിന് ഇൽമേറ്റ് നല്ല, ഇതിൽ ഏറ്റവും നല്ല വഴി ഇൽമിൻ്റെ തരീഖാണ്. അത് നല്ല ഒട്ടിപ്പിടിച്ച് നിൽക്കുക, ഉസ്താദുമാരുമായി എപ്പോഴും ബന്ധം നിലനിർത്തുക, ആ സനത് എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുക. മഹലരിമാരുടെയും ബാക്കവിമാരുടെയും നമ്മളൊക്കെ സനത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഇതിലേക്ക് സംഭാവന ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ആരെങ്കിലും നല്ലൊരു സംഭാവന ഇതിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ചിലവുക്ക് സംഭാവന ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് മുൻനിർത്തി ഇതുവരക്കാം. ആരുമില്ലേ? പറഞ്ഞോളൂ, നിങ്ങൾക്ക് സാധിക്കണം. സംഭാവന 1000 റുപ്യ ഇങ്ങനെ ആക്കിയ 1,00,000 എന്നും അർത്ഥം കിട്ടുക. 1000 റുപ്യ, 1000 രൂപ. അതൊരു മലരിയാൻ തോന്നുന്നുണ്ട് ഇല്ലേ? മലരിയ. അള്ളാഹു താല ഇൽമിൽ ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു താല മൂപ്പര ധർമ്മം അള്ളാഹു കബൂലാക്കട്ടെ. മനസ്സിലെ മുറാദുകൾ അള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ. നമ്മളെ ഉസ്താദാണല്ലോ ആര്, ബഹുമാനപ്പെട്ട കലന്തർ മസ്താൻ. അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിക്കട്ടെ. അടുത്ത രണ്ടാമത്തേത് ഞാൻ പറയും, അതാ മൂപ്പര് ഒരു സാളിട്ട് ആദരിച്ച ആള്, മൂപ്പര് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരു ആദരവാണ്, ഭൗതികമായി അള്ളാഹ് കണക്കാക്കിയതാണ്. ഇനി ആഖിറത്തിലും ആദരവ് നമുക്ക് കിട്ടണം. അതിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ, അള്ളാഹ് നൽകുമാറാകട്ടെ. 2 അടുത്തത് വേഗം പറഞ്ഞൂടി, ഇല്ലെങ്കിൽ ഞാൻ നിർത്തും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും മലരിമാർ തന്നെ ആകണമെന്നില്ല, അല്ലാത്തവർക്കും പറയാം, മലരിമാർക്കും പറയാം. ആ പൈസ കൊണ്ടുവരുന്നുണ്ട് കൊണ്ട് അത് കുട്ടിയുടെ കൈ കൊണ്ടാണ് തരുന്നത്. അള്ളാഹു തങ്ങൾ പാപ്പാൻ്റെ കൈ കൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ നല്ല കുട്ടിയാക്കി കൊടുക്കട്ടെ, നല്ല സാലിഹായ കുട്ടിയാക്കി കൊടുക്കട്ടെ. പഠിച്ചോനെ, ഞാൻ നന്നായി എന്നുള്ള അടയാളം എൻ്റെ മക്കൾ നന്നാകലാണ്. ഒരു നന്നായില്ലെങ്കിൽ ഞാൻ നന്നായി എന്ന് അർത്ഥമില്ല എന്നാ. അള്ളാഹു തആല നമ്മളെ മക്കളെ കൊണ്ട് നാളെ സ്വർഗം വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ആരെയും പറയുന്നുണ്ടാ? ഒന്ന് പറഞ്ഞാൽ വേം പറയും. നിങ്ങൾ കൊടുത്തോലാണ് ഈ കാരല്ലേ? വേറൊരു മലരി മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്. ഞാൻ ആരെങ്കിലും ഉണ്ടാ? 3 മൂപ്പര് കൊണ്ടുവരുന്നുണ്ട്. അത് മലരിയ അല്ല, ആയിക്കോട്ടെ. മലരിമാരെ കൂടുതൽ അള്ളാഹ് ആക്കട്ടെ. ഈ പരിപാടിയെ സഹായിക്കുകയാണ് റഹ്മാനായ റബ്ബ്.
എല്ലാ ഉദ്ദേശങ്ങളും അല്ല പൂർത്തിയാക്കി കൊടുക്കട്ടെ. അല്ല സന്തോഷമാക്കുമാറാകട്ടെ, റാഹത്തിലാക്കുമാറാകട്ടെ. അള്ളാഹു എന്നെ സ്വീകരിക്കണേ, അള്ളാഹ് കബൂലാക്കണം. മേലരിമാർ 1000 വെച്ച് കൊടുത്തേക്കണേ ബാപ്പുട്ടി. സൈതൽ പേജി എന്നാ ആയിക്കോട്ടെ, ബാപ്പുട്ടി കൊടുത്തതാണ്. അള്ളാഹു മേലരിമാരെല്ലാവരും 1000 വെച്ച് തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം മേലരിമാരല്ലാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തരി, കയ്യിലുള്ളത് തരിന്നാൽ നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ തരി. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങൾ പാപ്പ ഒന്ന് കടി അല്ല, കുഴപ്പമില്ല. അള്ളാഹു സുബ്ഹാനഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബീഉൽ അവ്വലാണ് വരുന്നത്. അള്ളാഹു തആല മുത്തുനബിന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അന്തതത്ലുഗു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഗി വല്ല. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. മൂപ്പരെ ജ്യേഷ്ഠൻ്റെ മകൻ അജിന് പോയി മരിച്ചു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖദ്ദു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. നമ്മളെ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥ അത്തുവാജി എൻ്റെ കയ്യിൽ തന്നെ തരാൻ പറഞ്ഞുകൊണ്ട് തന്നതാണ് സെൽബേജി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തുവാജിക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. വെട്ടിച്ചാറുള്ള കുഞ്ഞിപ്പ എന്ന് പറഞ്ഞ സഹോദരൻ 5000 രൂപ. മാഷാ അല്ലാ, തബാറക്കല്ലാ. ഈ പണ്ഡിതന്മാർ നടത്തുന്ന ഈ പരിപാടിക്ക്, അവരുടെ ഉസ്താദിൻ്റെ ഈ ഉറൂസ് നടത്തുന്ന പരിപാടിക്ക് നമ്മളെ വെട്ടിച്ചിറയിലുള്ള കുഞ്ഞിപ്പ നൽകിയ 5000 നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണം അല്ലാ, പൊരുത്തപ്പെടണം അല്ലാ. ഷഫീഖ് മഹലരി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് മഹലരിമാർ വഫാത്തായി പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഉസ്താദുമാരുടെ ശൃംഖലയിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകി തരുമാറാകട്ടെ. തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഞാൻ നിർത്തുകയാണ്. തങ്ങൾ ഉസ്താദ് അവിടെ ഇരുന്നാൽ മതി. അവിടെ മൈക്കാണ്ട് വെച്ച് തരും ഇൻഷാ അല്ലാഹ്. മൈക്കൊന്ന് വെച്ച് കൊടുക്കി ഇവിടെ കുഞ്ഞാലിയോലി അല്ലേ, കുഞ്ഞാലമോലി അത്തിപ്പറ്റ മുതലിച്ച് കുഞ്ഞാലിയോലി. നൂറിൻ്റെ മനസ്സിലായി ആരാണല്ലോ. ആയിക്കോട്ടെ. മൂപ്പര് അമ്മായിക്കാക്ക സീരിയസിലാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് നീ സലാമത്ത് കൊടുക്കണം അല്ലാ. ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് മുഹിബ്ബീങ്ങൾ, തിമിർത്ത് പൊഴിയുന്ന മഴ, റഹ്മത്തിൻ്റെ മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണം അല്ലാ, കബൂൽ നൽകണം അല്ലാ. ഞാൻ തങ്ങൾ പാപ്പ നമുക്ക് വേണ്ടി ദുആ ചെയ്ത് തരികയാണ്. അള്ളാഹുവിൻ്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. അവരുടെ ദറജകളൊക്കെ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. എല്ലാ അസുഖങ്ങളും അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. നീ സലാമത്ത് നൽകണം അല്ലാ. ഒന്നുകൂടെ മുന്നിലേക്ക് കയറിയിരുന്നോളൂ എല്ലാവരും. മുന്നിലെ സീറ്റിക്ക് അതല്ല അതിൻ്റെ ഒരു മട്ടം. ഈ മുന്നിലെ സീറ്റ് ഇങ്ങനെ കാലിയായി കിടന്ന് അങ്ങനെ ചൊറി പിടിച്ച മാതിരി വേണ്ട. എല്ലാവരും ബാക്കിൽ കാലിയായി കിടന്ന് എല്ലാവരോടും മുന്നിൽ കയറി. നമ്മൾ അള്ളാഹു പരലോകത്തിലും മുന്നിലാക്കി തരട്ടെ. മുന്നിക്ക് അള്ളാഹു ആക്കി തരുമാറാകട്ടെ. എല്ലാവരും വന്നിരിക്കും. പുറത്ത് നിൽക്കണോലൊക്കെ ഒന്ന് കടന്നിരിക്കുക. നമ്മൾ ദുആ ചെയ്യാണ്. റഹ്മാനായ റബ്ബി നമ്മളെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാകട്ടെ. ഒന്ന് വേഗം ഒന്ന് ഫില്ലാക്കി ഒന്ന് വേഗം ഇരുന്നാൽ മുന്നിൽ അല്ലാഹു തആല ഒന്നാം സഫിൽ എപ്പോഴും നമ്മൾ ഇരിക്കണം. അപ്പം അതിന് മുൻതൂക്കണം. എല്ലായിടത്തും നമ്മൾ മുന്നിലെത്തും. ഒന്നാം സഫിൽ ഇവിടെയൊക്കെ സീറ്റ് ഉണ്ട്, ഇങ്ങോട്ട് പോയി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ വരുന്ന ആളുകളൊക്കെ ഈ മുന്നിക്ക് ആക്കണം അല്ലാ. എവിടെ ഈ പിന്നിലാക്കരുത് അല്ലാ.
നീ റാഹത്താക്കണം അല്ല, സന്തോഷമാക്കണം അല്ല, ബറക്കത്ത് ചെയ്യണം അല്ല. മഴ എല്ലാം പെയ്യുന്നുണ്ട്, ഞങ്ങൾക്കൊരു കാലവർഷത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും തരരുത് അല്ല. വെള്ളപ്പൊക്കം സുനാമി ദുരന്തങ്ങൾ കാക്കണം അല്ല, ഭൂമി കുലുക്കങ്ങളെ തൊട്ട് കാക്കണം അല്ല. നിങ്ങളൊക്കെ ജാമിയ നുസ്രത്ത് അതൊരു വലിയ ഉസ്താദിൻ്റെ സ്ഥാപനമാണ്. അതിൻ്റെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ തങ്ങൾ ഉസ്താദ് ദ്വാരക്കലുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പദ്ധതികളും അല്ല വിജയിപ്പിക്കുമാറാകട്ടെ, എല്ലാം അല്ല പൂർത്തിയാക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പാപ്പ കൊഴിഞ്ഞു കൊടുക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.